ഹലോ. എന്റെ ചെറുപ്പത്തില് ആഹ് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഒരു പലഹാരാട്ടോ കുത്തരി കൊഴുക്കട്ട. അപ്പൊ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഇന്നത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ചോറ് വെക്കുന്ന അരിയില്ലേ കുത്തരി, അത് ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ടാ പോയത് കേട്ടോ. വൈകുന്നേരം വന്നു കഴിയുമ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കാൻ പോവാണ്. അപ്പൊ നന്നായിട്ട് കുതിർന്ന നമ്മുടെ കുത്തരി എടുത്ത് നന്നായിട്ട് കഴുകി വാരി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത്, ഒരു കഷ്ണം ചെറിയ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത്, പിന്നെ ശകലം ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ശകലം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൂസായി പോകും. അപ്പോൾ നമുക്ക് ബോളാക്കി എടുക്കണ്ടേ കൊഴുക്കട്ടയ്ക്ക് പരുവത്തിന് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് പതുക്കെ പതുക്കെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് നമ്മുടെ അരിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് ബോളായിട്ട് ഉരുട്ടി നമ്മുടെ കൊഴുക്കട്ട ചേർത്ത് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉരുട്ടി വെച്ച് കൊടുത്തു. ഇത് കൊഴുക്കട്ടയ്ക്കകത്ത് നമുക്ക് സ്വീറ്റ് നമുക്ക് മധുരം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ച് എടുക്കാം. ഇന്ന് ഞാൻ അതിന് മധുരം ചേർത്തിട്ടില്ല. എല്ലാം കൂടി ഇളക്കിയായിട്ട് എടുത്തത്. അപ്പോൾ മധുരമില്ലാത്ത കൊഴുക്കട്ടയാണ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇത് കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. നല്ല ടേസ്റ്റ് ആട്ടോ കുത്തിരി വെച്ച് കൊഴുക്കട്ട കഴിക്കുമ്പോൾ. നമ്മുടെ അരിക്കൊഴുക്കട്ടയേക്കാളും ടേസ്റ്റ് ആണ്. അപ്പം ഒരുപാട് നാൾക്ക് ശേഷം ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച നല്ലൊരു കൊഴുക്കട്ടയായിരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഹെൽത്തി ആട്ടോ, വളരെ ഹെൽത്തിയാണ്. ഇത്രയേ ഉള്ളൂ. ബായ്.